Hi, I'm Junian Thomas and you're watching Heavenly Feast's latest news updates, The Shrine. ഹെവൻലി ഫീസ്റ്റ് ഓൺലൈൻ ബൈബിൾ സ്കൂളിൻ്റെ ഈ വർഷത്തെ അവസാനഘട്ട ക്ലാസുകൾ നടന്നുവരുന്നു. ഡിസംബർ 18 വെള്ളിയാഴ്ച ഹെവൻലി ഫീസ്റ്റ് ഡയസിസ് പാസ്റ്റർ TN നയനൻ ഇടയലേഖനങ്ങൾ പഠിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ക്ലാസ് എടുത്തു. എഫേസ്യ ലേഖനമാണ് പഠിപ്പിച്ചത്. അടുത്ത ആഴ്ചകളിൽ തങ്കു ബ്രദർ, തോമസ് കുട്ടി ബ്രദർ, ബെന്നി ബ്രദർ, റോണക് ബ്രദർ എന്നിവർ ക്ലാസ് എടുക്കും. ഡിസംബർ 31 ന്യൂ ഇയർ മീറ്റിംഗിൽ ഈ വർഷത്തെ ഗ്രാജുവേഷൻ നടക്കും. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദറിന്റെ ജന്മദിനം കഴിഞ്ഞ ബുധനാഴ്ച ഡിസംബർ 16 ആഘോഷിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും ആയിരങ്ങൾ ആശംസകൾ അറിയിച്ചു. ആശംസകൾ അറിയിച്ച എല്ലാവർക്കും തോമസ് കുട്ടി ബ്രദർ നന്ദി അറിയിച്ചു. പ്രൈസ് ലോർഡ് ബ്രദറെ, എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സാക്ഷ്യം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഇടുന്നത്. കഴിഞ്ഞ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പേഴ്സ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് എല്ലാം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളും അന്വേഷിച്ച് കിട്ടിയില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തു, പക്ഷേ എവിടെ നിന്നും അത് കിട്ടിയില്ല. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇന്നലെ ഇന്നർ ചേംബറിനകത്ത് തങ്കുവറിലൂടെ ഇന്നലെ വീണ്ടും നമ്മുടെ നാവിലാണ് അധികാരമുള്ളത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ വിശ്വാസത്താൽ നാവുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നടക്കുമെന്നല്ല ഇന്നലെ തങ്കുവർ പഠിപ്പിക്കുകയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് ഈ പേഴ്സിൻ്റെ കാര്യം ഓർമ്മ വന്ന് അന്നേരം വേണ്ടി ഈ പേഴ്സിൻ്റെ കാര്യം ഞാൻ കേട്ട വചനം പോലെ തന്നെ നാവുകൊണ്ട് വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ഇന്ന് പകൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് കാറിനകത്ത് വന്ന് ഞാൻ ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പം ആ ഡാഷ്ബോർഡിനടിയിൽ ഈ പേഴ്സ് ഇരിക്കുന്നു. ഞാൻ പല തവണ നമ്മളവിടെ തിരഞ്ഞിട്ടുള്ളതാണ്. ഈ 6 മാസങ്ങളായിട്ട് ആ ഡാഷ്ബോർഡിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും തുറക്കാറുള്ളതും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ പേഴ്സ് അവിടെ കണ്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് ദൂതന്മാരവിടെ കൊണ്ടുവച്ചതായിട്ട് വിശ്വസിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം പറയാതെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറുന്നില്ല. വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര അതൊരു അത്ഭുതമായി. കർത്താവിൻ്റെ ഒരു കരുതലിനായിട്ട് നന്ദി. ഓക്കെ ബ്രദറെ.